സ്ട്രോങ് ആയിട്ട് വെച്ചു. ഓന്തല്ല മച്ചി, ഇത് നമ്മുടെ ഇഗ്വാന എന്ന് പറയും. എന്താ ഭംഗിയതിന്. നിങ്ങൾക്ക് ഇതുപോലെ ഡാൻസ് ചെയ്യട്ടെ ഇവരായിട്ട്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഗെയിമിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. ഈവനിങ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഗെയിമൊക്കെ കളിച്ചിട്ട് പോകാം. ഇതുപോലെ ടീമേ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വെക്കേഷൻ ആയില്ലേ? അപ്പോൾ എനിക്ക് വെക്കേഷനൊന്നും ഇല്ല കേട്ടോ. ഞാൻ പഠിച്ച് നടക്കുന്ന പ്രായമല്ലല്ലോ. അപ്പോൾ പഠിച്ച് നടക്കുന്ന പ്രായത്തിൽ വെക്കേഷൻ ആകുമ്പോൾ അമ്മച്ചി അപ്പച്ചനൊക്കെ കൂടി എന്നെ കറങ്ങാൻ കൊണ്ട് വരുന്നുണ്ട്. പുറത്തേക്കൊക്കെ സർക്കസൊക്കെ കാണിക്കാൻ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് അമ്മച്ചിനെ ഞാൻ പുറത്ത് കൊണ്ടുപോകണേണ്ട ഒരു കൗതുക കാഴ്ച കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണേണ് എറണാകുളത്ത്. അമ്മച്ചി എന്താ പറയാനുള്ളത് അമ്മച്ചി? നിങ്ങൾ ഇതുപോലെ തന്നെ എൻ്റെ മകൻ പ്രവർത്തിക്കണവരെ കൊച്ചുമക്കളും മക്കളും അമ്മമ്മ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോവുക, എൻ്റെ പ്രായക്കാരെ അവരെ കൊണ്ടുപോവുക, എല്ലാവർക്കും സ്നേഹം പങ്കിടുക. അമ്മച്ചിയോട് എന്താണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അമ്മച്ചിക്ക് എന്താ സംഭവം എന്നൊന്നും അറിയാൻ പറ്റില്ല, നിങ്ങൾക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ സംഭവം അവിടെ ചെന്നിട്ട് കാണാം. നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അപ്പനമ്മമാരെയൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ. അമ്മമാരെയൊക്കെ ആണെങ്കിൽ അമ്മമാരെ കൊണ്ടുപോയിക്കോട്ടോ. അടിപൊളി സ്പോട്ടാണ്, കാണാനുണ്ട് ടീമേ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ടീമേ. അപ്പോൾ എത്തിയേട്ടാ നമ്മുടെ എറണാകുളത്ത് അപ്പൻ ഗ്രൗണ്ടിലാണ് എറണാകുളത്ത്. അപ്പോൾ ഫാൻറ്റസി വേർഡിൽ വന്നേക്കണ ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ള കൗതുക കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാം. ടീം ആദ്യം എന്താണ് കാണാൻ നമ്മൾ? ആദ്യം നമ്മൾ എൻട്രൻസിൽ നമുക്ക് എൻട്രൻസ് കഴിഞ്ഞ ഉടനെ നമുക്ക് പെറ്റ് ഷോ ഉണ്ട്. എക്സോട്ടിക് ആനിമൽസ്, ബേർഡ്സ് ആയിട്ടുള്ള പെറ്റ് ഷോ ഉണ്ട്. ഞെട്ടിക്കും അമ്മച്ചി. ഉച്ച എങ്ങനെയുണ്ട് തുടക്കം തന്നെ? ടീം ഇത് സെക്ഷൻ ആണോ ടീമേ? ഇത് നമ്മുടെ പെറ്റ്സ് ആൻഡ് എക്സോട്ടിക് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോന്നും കണ്ടാലോ നമുക്ക്? പിന്നെ ആമ ഇത് ആമ തന്നെയാണ്. ഇത് ആഫ്രിക്കയില് ഡെസേർട്ടിൽ വരുന്ന സാധനമാണ്, സദൺ പാർട്ടിൽ വരുന്ന സാധനമാണ്. ഇത് വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് ആമയായിട്ട് ടോർട്ടോയ്സ് ആണ്. ഇത് കരയിൽ എത്ര ആളെ നിന്നോളും? നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ ഭക്ഷണമൊക്കെ എന്താ? ഇത് ക്യാരറ്റ്, ഏത്തക്ക, ബനാന, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതെല്ലാം ടൈംഡ് ആണ്. കയ്യിൽ വരുമോ? ടൈംഡ് മക്കാവ്സ് ആണ്. നീക്ക് എന്തെങ്കിലും വരും? കടിക്കുവോ? ഇല്ലില്ല, കടിക്കില്ല. അമ്മച്ചെന്ന് കൈ വെച്ചേ, ഒന്നും പറ്റൂല, കൈ വെച്ചാൽ മതി. കടിക്കില്ല അമ്മച്ചി, കടിക്കില്ല. അമ്മച്ചിന്റെ കൈ വെച്ചു കൊടുത്തേ, സ്ട്രോങ് ആയിട്ട് വെച്ചു. വല പിടിക്കല്ലേ, തിരിച്ചേ. അടിപൊളി. അയ്യോ അല്ല, കടിക്കോ ഇത്? ഇല്ലില്ല, ഒരിക്കലും കടിക്കില്ല, ഉറപ്പായിട്ടും കടിക്കില്ല. എന്റെ പേര് നോക്കിയേ, നോക്കിയേ നോക്കിയേ, നോക്ക് മറ്റേ അടുത്തേ. അടിപൊളി. അയ്യോ ഓക്കെ, പക്ഷേ തലയെടുത്ത് മാറ്റാ അവിടെ നിന്ന്. ഒന്നും നോക്കിയേ, അയ്യോ പോടാത്. ഓന്തല്ല മച്ചി, ഇത് നമ്മുടെ ഇഗ്വാന എന്ന് പറയും. എന്താ ഭംഗിയതിന്. ഇത് അമേരിക്കൻ ആണ് വരുന്നത്, അമേരിക്കൻ. ഇത് എന്തൊക്കെ ഉണ്ട് മച്ചാനെ? ഇഗ്വാനയിൽ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, പല കളേഴ്സ്, ഡിഫറെന്റ് കളേഴ്സിലേക്ക് വരും. കളർ മാറുമോ? ഇല്ല, കളർ മാറില്ല. പല കളറിൽ ഇതിന് ബ്രീഡ് ഉണ്ട്. ഭയങ്കര വലിപ്പമല്ല. നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ തെങ്ങിലൊക്കെ കയറുന്ന ഓന്തണ്ടല്ലോ, ആ എനോ അല്ലല്ലേ ഇത്? അല്ലല്ല, ഓന്തല്ല. ആണല്ലേ, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇല്ല, അതൊക്കെ നോക്കിയത് ഭയങ്കര ഹെവി ആണല്ലോ. ഇത് പ്രസവിക്കണേ? അതെ, എഗ് ഇടുക, മുട്ട ഇടുമല്ലേ ഇത്? ഓ അടിപൊളി. തീറ്റയൊക്കെ കഴിക്കണ്ടല്ലേ ഇത്?
മല്ലിയില മല്ലിയിലേക്കാണ് കഴിക്കുന്നത്. മല്ലിയില മത്തനൊക്കെ കാണാൻ കുറച്ച് വൈൽഡ് ആണെങ്കിലും ആള് നീറ്റാണ്. ഓ ഈ കാഴ്ച തുടങ്ങിയിട്ടുള്ളല്ലോ, അടിപൊളി. തൊട്ടോ 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 കടിക്കില്ല. മീന വളർത്തു മീന. ഇതെന്താ വെച്ചാൽ ഇത്? കോഴിക്കാർപ്പ്. കോഴിക്കാർപ്പ് ഇട്ടോടെ തീറ്റ ഇട്ടോട്. പിടക്കല് കണ്ടാ കറി വെക്കാന്ന് കൊണ്ടുപോലേട്ടാ. വളർത്തണ മീന എന്തേലും ഉണ്ടല്ലേ? എണ്ണ തീരുവല്ലേ? ഇഷ്ടം പോലെ അപ്പുറത്തേക്ക് ഒരുപാടുണ്ട്, അറ്റം വരെ ഉണ്ട്. ഇത് ഇതണ്ടാ എന്ത് കളറ് അല്ലേ? എന്ത് കളറൊക്കെ ഉണ്ടാവും ചെയ്ത്? പച്ചയില്ലല്ലേ? ആ പൊലപ്പ് നമ്മുടെ കൊച്ചിക്കാരെ ഭാഷ പറഞ്ഞ പൊലപ്പ. അടിപൊളി. എത്ര ഇത്? അര മീറ്റർ പോലും ഉണ്ടല്ലേ ഇത്? ഇവിടുന്ന് അപ്പുറത്തെ ഏവിയറിൽ വരണം. പുൽപ്പട്ടി അല്ലല്ലോ? പുൽപ്പട്ടി അല്ല, ഇതിന് റാബിറ്റ് ആണ്. ജർമ്മൻ അങ്കോറ റാബിറ്റ് എന്നതിന്റെ പേര് വരുന്നത്. മുയിലല്ലേ? മുയലാണ്. ഒരെണ്ണമുള്ളൂ മച്ചാൻ ഇത്? ഇവിടെ നമുക്ക് ഒന്നേ ഉള്ളൂ. ഈ ഒരു സെക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ആയിക്കോളൂ. ശരിയാണോ? പഞ്ചവർണ്ണത്തത്ത തന്നെയാണ്. നമ്മൾ പറയും മെക്കാവ്. ഇതാണ് കയ്യിലേക്ക് വന്നത്? അതെ അതെ, കയ്യിൽ വെക്കാം. നന്നായി സംസാരിക്കും. അല്ലെ ഹലോ ഓരോരുത്തരുടെ പേരൊക്കെ വിളിച്ചു പറയാം. ഭയങ്കര വലിപ്പം. ഹലോ, എന്റെ പേര് ടീം. കോഴിയാണോ വെച്ചാൽ ഇത്? അതെ, കോഴിയുടെ ഒരു വേറെ വെറൈറ്റി ആണ്. ഡിഫറെന്റ് വെറൈറ്റി ആണ്. സിൽവർ ഫെസൻ എന്നാ അതിന്റെ പേര് വരുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ? ഇത് മെയില്, ഇത് ഫീമെയിൽ ആയിരുന്നു. സിൽവർ ഫെസന്റെ പേരാണത്. ഞാൻ ആദ്യമായിട്ട് കാണണ ഇങ്ങനെയൊക്കെ, ജനിച്ചിട്ട് കണ്ടിട്ടില്ല ഇത്ര നല്ല കൗതുക കാഴ്ചകൾ. വലുത് രണ്ടെണ്ണം. ഇത് നല്ല സ്മാർട്ടാണല്ലേ? സ്മാർട്ടാ. ഇനെന്ത് ഇനത്തിലെപ്പോഴും പറഞ്ഞത്? ഇത് നേരത്തെ നമ്മൾ കണ്ടില്ല, അത് തന്നെ. പാലം എങ്ങനെ ഉണ്ടാവും? വീഴുവാ? പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ? പിള്ളേർക്കൊക്കെ. അതെ, പിള്ളേർക്കൊരു കൗതുകത്തിന് വേണ്ടി. നല്ല കൗതുകമായി പോയി. മഞ്ഞക്കിളി, വെള്ളക്കിളി. ആ മഞ്ഞ എന്താണ് നേരത്തെ കണ്ടതിന്റെ ഡിഫറെന്റ് വെറൈറ്റി ആണ്. അതിന്റെ പേരെന്താ? യെല്ലോ ഗോൾഡൻ ഫെസന്റ് എന്ന് പറയും. ഇതാണ് അതിന്റെ. ഇത് വൈറ്റ് ഗോൾഡൻ ഫെസന്റ്. വൈറ്റ് ഗോൾഡൻ ഈ വാല് നീണ്ടോ? നീണ്ട തന്നെ. വൈറ്റ് ഗോൾഡൻ ഫെസന്റ്. അരയന്നല്ലേ? അത് ഗൂസ് എന്നാണ് അതിന് നമ്മള് പേര് പറയാ. ഗൂസ് ശരിക്കും അരയന്നോ? അല്ല, അരയന്നം അതിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ്. ഇത്ര വലുതാവുള്ളത്? ഇതിന്റെ ഇത്രയും. അത് കൊള്ളാം. മരം കൊത്തിയാണോ അത്? മരം കൊത്തി അല്ല, ഇതിന് ഇതാണ് പറയാം, അരാക്കരി എന്നാണ് ഇതിന്റെ പേര്. അരാക്കരി. ചുണ്ടത് ഇത്ര വലുത്? അതിന്റെ ഒരു ഭംഗി അതാണ്. ചുണ്ടാണ് അതിന്റെ ഭംഗി. ഇല്ല, ഇത് നമ്മൾ ടൈമിലാണ്, കുഴപ്പമില്ല. ഞങ്ങളുടെ പറമ്പിൽ വരും ചെറുതായിരിക്കും, തെങ്ങലൊക്കെ കൊത്തി പോകാണ്ടാക്കും. ഇവിടെ എന്തൊക്കെയാണുള്ള മച്ചാനെ? ഇത് നമ്മൾ ഓപ്പൺ ഏവിയറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. ഇത് നമ്മൾ ബേർഡ്സിനെ പറത്തി വിട്ടേക്കുക. നമ്മുടെ കയ്യിൽ ബേർഡ്സുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൾക്കാർക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തുറന്നു വിട്ടേക്കണേ ബേർഡ്സിനെയൊക്കെ. നോക്കിയേ, പറക്കുവോ?
പിന്നെ അപ്പുറത്തേക്ക് വരാം. ഇവിടേക്ക് എന്താ അമ്മച്ചി നോക്കിയേ എവിടെ ഈ കമ്പുമായിട്ട് ആ തലയുടെ പൊക്കത്ത് കൂടെ ഒരെണ്ണം പോയാണ്ടാ കൊള്ളാം നമ്മൾ പിടിച്ചു നോക്കി പോയി ചേച്ചി ഇതെന്താണ് കളർ കോഴി അതിലേക്ക് ഇട്ടോ വെച്ചാനെ പഞ്ഞു പിടിക്കൂലേ ഇതേ ഒരുപാടുണ്ട് കേട്ടാ ഇഷ്ടംപോലെ കളർ കോഴികളുണ്ട് കൊച്ചു പിള്ളേർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും ഇത് ഭയങ്കരമായിട്ടും. അതെ കുട്ടികൾക്ക് ഭയങ്കര കൗതുകം. അതെ കോഴിനെയും പ്രാവിനെയൊക്കെ ഒരു സ്ഥലത്തിട്ടാണ് ഇത് ബേർഡ്സിനെല്ലാം തുറന്നുവിട്ടേക്കാന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ. ഇതൊക്കെ എന്തിനെത്തിപ്പെട്ടതാ? ഇത് നമ്മുടെ ഫാൻസി കോഴികൾ തന്നെ. ഡിഫറെന്റ് വെറൈറ്റീസിനെ നമ്മളിങ്ങനെ തുറന്നിടുക. ആ പ്രാവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട്. ആ ചെറിയ കോഴി എന്താണ് അതെന്താ കുഞ്ഞി ആ കാണുന്ന കുഞ്ഞ്? അതൊരു പേരാണ്, അതിന് ഫീമെയിൽ ഇതായിരുന്നു. കഴിഞ്ഞിട്ടില്ല ടീമേ. ഇപ്പോൾ വന്നേക്കണത് സെൽഫി എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. സെൽഫി സ്പോട്ടാണ്. കിടിലം വൈബാണ്. അപ്പോൾ നമുക്ക് സെൽഫി ഒക്കെ എടുക്കണം. ഇതുകൊണ്ടാണ് ഇതുപോലെ കളർഫുള്ളാണ് മൊത്തത്തിൽ. അപ്പം അമ്മച്ചിനെ വെച്ചിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതുപോലെ പാരയനത്തിൻ്റെ അവിടെ നിന്ന് എടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. അതുപോലെ ഒരുപാട് സ്പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. അമ്മച്ചി ഇത് ആദ്യമായിട്ടാണ്. അമ്മച്ചിക്ക് ഭയങ്കര ഹാപ്പി. അമ്മച്ചിനെ കൊണ്ടുവന്നപ്പോൾ എനിക്കും ഭയങ്കര ഹാപ്പി. അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളി വൈബായിക്കോട്ടെ ടീമേ. ഞങ്ങളത് രാവിലെ വന്നേക്കുന്ന ആൾക്കാർ കുറവാണ്, വൈകുന്നേരമാണ് ആൾക്കാർ വന്നത്. അപ്പോൾ രാവിലെ 11 മണിക്ക് തുടങ്ങും. എന്നാലും വൈകുന്നേരം വന്നതൊക്കെ നല്ല ടീമേ. വൈകുന്നേരം ആകുമ്പോൾ ഒരു പൊളി വൈബായിക്കോളൂ. അപ്പോൾ ഇത് കപ്പിൾസൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ വേറൊരു മൂഡ് കിട്ടും. അപ്പോൾ അമ്മച്ചിനായിട്ട് ഇങ്ങനെ എല്ലായിടത്തും നടന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഒന്നും കാണിച്ചിട്ടില്ല വീഡിയോയിൽ, കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കൗതുകം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു വ്ളോഗിൽ തീരില്ല, ഒരുപാട് വ്ളോഗ് ചെയ്യേണ്ടി വരും. എന്നാലും ഭയങ്കര ഭംഗിയായിട്ട് കണ്ണിന് കുളിർമാരുന്ന കുറേ കാഴ്ചകൾ ഇവിടെ വന്നപ്പോൾ കണ്ട്. അമ്മച്ചിയാണെങ്കിലും സ്വർഗത്തിലടക്കണ ഒരു പ്രതീതി അമ്മച്ചി. അപ്പോൾ അടിപൊളി, സൂപ്പർ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചെങ്ങനെ വീഡിയോയിൽ കാണാൻ നേരിട്ട് കാണാനുണ്ട ഭംഗി. മെയിൻ സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയുള്ള ടീമേ? ഇനി നമുക്ക് സ്റ്റാളുകൾ വരുന്നുണ്ട്. കുറേ സ്റ്റാളുകളുണ്ട്. സ്റ്റാളുകൾ നമുക്ക് കാണിക്കാം വീഡിയോയിൽ. കാണിക്കാം. എന്താ പറയാ, ഇനി കുറെ ഗെയിമുകളുണ്ട്. ഗെയിമുകൾ നമുക്ക് വൈറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈറ്റ് ഗെയിം ഉണ്ട്, റൈഡുകളുണ്ട്, ജയന്റ് വീല് അങ്ങനത്തെ റൈഡുകൾ. അതിന്റെയൊക്കെ വീഡിയോസ് ഒക്കെ വെറുതെ ഇടാം നമുക്ക്. ഇതുപോലെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാളുകളുടെയൊക്കെ ഒന്നും വീഡിയോ എടുത്തില്ല. അമ്മച്ചിനെ എനിക്ക് ഒരുപാട് ദൂരം നടത്താനും പറ്റൂല. അതുകൊണ്ട് നമ്മൾ വെറുതെ വീഡിയോ എന്നുള്ള രീതിയിൽ എടുത്തേക്കണത്. നമ്മൾ 1 മണിക്കൂറൊക്കെ നിന്ന് കാണാൻ പറ്റിയ സംഭവം ഉണ്ട്. അപ്പോൾ സ്റ്റാളൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണല്ലോ. അതുകൊണ്ട് അമ്മച്ചിനെ ആ സ്റ്റാൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറേ സ്ഥലത്ത്. അമ്മച്ചി ഇങ്ങനെയുള്ള സാധനമൊക്കെ കാണാൻ ഇഷ്ടമാണ്. കുറേ വില കുറവുള്ള സാധനങ്ങളൊക്കെ മേടിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചാൽ ഒരുപാട് വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും അങ്ങനെ മേടിക്കുന്നില്ല. നല്ല ലാഭത്തിൽ വയ്ക്കണത്. പിന്നെ നല്ല ബ്രാൻഡഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ കണ്ട് മാത്രമല്ല കേട്ടോ പോകണം, സാധനങ്ങൾ മേടിക്കണമുണ്ട്. എല്ലാത്തരം സെക്ഷനും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ അലുവയും മിഠായിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയാൽ പോകണത് കേട്ടോ. എനിക്ക് പ്രത്യേക പരിഗണനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ചെന്ന് ടേസ്റ്റ് ആക്കാൻ തന്ന കാരണം എനിക്ക് വിശപ്പ് അങ്ങനെ കെട്ട്. ഇത് കണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വൈകുന്നേരമൊക്കെ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്ര ആളായിക്കോളൂ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരുപാട് ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഈവനിങ് ആണ് ഗെയിമിൻ്റെ സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ നൈറ്റൊക്കെ ഭയങ്കര വൈബാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട്. തീരെ ചെറിയ കുട്ടികൾക്കും കളിക്കാൻ പറ്റിയ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ മൊത്തത്തിലൊരു വൈബാണ്, നഷ്ടമില്ല വന്നിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒത്തിരി പേര് നൈറ്റിലാണ്ട് കൂടുതൽ വന്നേക്കണത്. രാവിലെ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഏതായാലും ഞങ്ങൾക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, പൊളി വൈബായിരുന്നു. അപ്പോൾ വെക്കേഷന് എവിടെ പോകുന്നിടത്തുള്ള സംശയമൊന്നും വേണ്ട, വെക്കേഷനിൽ ഇങ്ങോട്ട് പോരട്ടാ. നമ്മളെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിലേക്ക് പോരി, അടിപൊളി ചില്ല് ചെയ്തിട്ട് പോവാം. നല്ല നല്ല കാഴ്ചകളാണ് ഇതിനകത്ത് കാണാനുള്ളത്. ഈസ്കൂൾ വീട്ടിൽ എല്ലാവരും കുടുംബസഹിതം കുട്ടികളും കൊച്ചു കുട്ടികളും പേരക്കുട്ടികളുമായിട്ട് ഇങ്ങോട്ട് വരിക, കാഴ്ച കാണുക, സമയം പോകുന്നത് അറിഞ്ഞുതരാം. എല്ലാവർക്കും നല്ലൊരു കാഴ്ചയുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരിക കാണുക.